പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത അവരുടെ ഓപ്പോ റെനോ 8 പ്രോയുടെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ASMR അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അതായത് ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. 188 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. 7.6 mm തിക്നെസ്സും ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ടോട്ടലി ഒരു അലൂമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനായിട്ട് പറ്റും. ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പ്ലേസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു ക്യാമറ നമുക്ക് S22 അൾട്രയിലും S21 അൾട്രയിൽ കണ്ട ആ ഒരു ക്യാമറ കുറച്ച് പൊങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ലിഫ്റ്റപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഒരു ബ്രിക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഓപ്പോ റെനോ 7 സീരീസിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. പവർ കീയിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓപ്പോ ഡിവൈസ് അല്ലെങ്കിൽ സാധാരണ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഡിസൈന് നമുക്ക് ആ ഒരു പവർ ബട്ടണിലോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ബോക്സ് ഡിസൈൻ വരുന്ന സ്മാർട്ട് ഫോൺസിലോ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ബട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഡിസൈൻ തന്നെ ഓപ്പോ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ബാക്ക് ഗ്ലാസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്ലിപ്പറി സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കയ്യിൽ നിന്ന് പെട്ടെന്ന് തെന്നി പോകുന്ന രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗ്ലാസ് ഫിനിഷ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ OnePlusൻ്റെ 6 സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയ സമയത്ത് നമുക്ക് എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ കയ്യിൽ നിന്ന് വഴുകി പോകുന്നത് ആ ഒരു രീതിയിലുള്ള ഡിസൈനബിലിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡറി മൈക്ക് കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ കീ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വോളിയം കീസും റൈറ്റ് സൈഡിൽ നമ്മുടെ പവർ കീ നമുക്ക് കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് ഒബ്വിയസ്ലി എപ്പോഴും നമുക്ക് കിട്ടുന്നത് തന്നെ ടൈപ്പ് സി പോർട്ടും നമ്മുടെ സ്പീക്കേഴ്സും കാണാനായിട്ട് പറ്റുന്നതാണ്. സോ പവർ കീയുടെ കാര്യം കുറച്ച് എടുത്ത് പറയാനുണ്ട്. കാരണം കുറച്ചുകൂടെ ക്വാളിറ്റിയിലാണ് പവർ കീ അവർ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്ക് ക്യാമറ പറ്റി നോക്കാം. ബാക്ക് ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ വൈഡ് ക്യാമറ, 8 മെഗാ അൾട്രാ വൈഡും 2 മെഗാ മാക്രോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.62 ഇഞ്ചസിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു HDR10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 500 നിറ്റ്സിൻ്റെ ടൈപ്പ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മാക്സിമം പീക്കിൽ വരുന്നത് 1300 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. താഴെയുള്ള ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. എക്സാക്ട്ലി നമ്മുടെ ഐഫോണിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ചിൻസ് ആൻഡ് ബെസൽസ് കൊടുത്തിട്ടുള്ളത്. തീരെ നമുക്ക് ആ ഒരു ചിൻസ് ആൻഡ് ബെസൽസ് വളരെ തിന്നായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു ചിൻസ് ആൻഡ് ബെസൽസ് ഉണ്ടെന്ന് തന്നെ ഫീൽ ചെയ്ത രീതിയിലാണ് ഇവിടെ ഓപ്പോ നിർമ്മിച്ചിരിക്കുന്നത് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. സോ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് വരുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു പഞ്ച് ഹോൾ ക്യാമറയെ പറ്റി സംസാരിക്കാം. ഫ്രണ്ടിലായിട്ട് 32 മെഗാ ക്യാമറയാണ്. ബാക്കിലായിട്ട് 50 മെഗാ ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ടിലായിട്ടുള്ള 32 മെഗാ വെച്ച് നമുക്ക് മാക്സിമം 1080p 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് ക്യാമറ വെച്ച് മാക്സിമം 4K 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. OISഉം EISൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമുക്ക് ബാക്ക് ക്യാമറ വരുന്നത്. ഫ്ലാഷ് ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ടഡ് ഷേപ്പിലാണ് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും കുറച്ചുകൂടി ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7th Gen ഫസ്റ്റ് പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, സ്നാപ്ഡ്രാഗണിൻ്റെ 8th Gen അല്ല, 7th Gen ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 4nm പ്രോസസ്സറാണ്. ഇതിൻ്റെ CPU നോക്കുകയാണെങ്കിൽ ഒക്ടാകോർ 2.4 GHz വരുന്നത്. GPU ഇവിടെ കറൻ്റ് കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. അഡ്രീനോ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ കിട്ടുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഓപ്പോ കൊടുത്തിട്ടുള്ളത്. ഓപ്പോയുടെ തന്നെ കുറച്ചുകൂടെ ഫിൽറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള വിവിഡും മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ നമുക്ക് കളർ സാച്ചുറേറ്റഡും ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു ഫോണിൽ എടുക്കാൻ പറ്റുന്നത്. സോ നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് നമുക്കറിയാമല്ലോ OnePlusൻ്റെ ആ ഒരു ഫോൺ തന്നെ ഈ ഒരു കളർ വോയിസ് വന്നുകൊണ്ട് നശിച്ചത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു വോയിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് അത്രയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് അല്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒരുപാടധികം ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ഫിൽറ്റേഴ്സ് ചൈനീസ് സ്മാർട്ട് ഫോണിലാണ് കിട്ടുന്നത്. മേ ബി ഇന്ത്യയിലേക്ക് വരുമ്പോൾ സെയിം ഫിൽറ്റർ ആയിരിക്കില്ല. ഫിൽറ്ററിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ മാറ്റി വേറെ രീതിയിലായിരിക്കും കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കളർ വോയിസിൻ്റെ 12 ആണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനായ Android 12 വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. കളർ വോയിസിൻ്റെ 12.1 വൈകാതെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്നതാണ്. 8 ലക്ഷത്തിൽ പരം നമുക്ക് അൺഡ്യൂൻഡ് സ്കോർസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത് കമ്പനി. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് UFS 2.2 വരെ മാത്രമേ സപ്പോർട്ട് കിട്ടുന്നുള്ളൂ. 12GB RAM + 256GB സ്റ്റോറേജ് ഉള്ള ഒരു വെർഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസൊക്കെ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം PUBG അല്ലെങ്കിൽ BGMI ഒക്കെ നോക്കുകയാണെങ്കിൽ 90 FPS വരെ നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. അതോടൊപ്പം തന്നെ കളിക്കുമ്പോഴും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഗെൻഷിൻ
ഇമ്പാക്റ്റ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ തീർച്ചയായിട്ടും കളിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ബാറ്ററി ബാക്കപ്പും അതോടൊപ്പം നമ്മുടെ ഹീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് എല്ലാ സ്മാർട്ട് ഫോൺസിലും ഉള്ളതുപോലെ തന്നെ ചെറുതായിട്ട് ഹീറ്റിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കളിക്കുകയാണ്, അതായത് വെയിലത്തിരുന്ന് അല്ലെങ്കിൽ ഔട്ട്ഡോറിലൊക്കെ കളിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻഡോറിൽ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് BGMI PUBG പോലത്തെ ഗെയിംസൊക്കെ ഹൈ ഗ്രാഫിക്സിൽ തന്നെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് 90 FPS വരെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നമില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഇനി വരുന്ന കാര്യം ചോദിച്ചാൽ എക്സ് ആക്സിസ് മോട്ടറാണ്. നല്ല രീതിയിൽ തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെ ഈ ഒരു മോട്ടർ വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ടാപ്പിംഗ് സൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോട്ടറിൽ നിന്ന് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ബോക്സിനകത്ത് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 45% കയറാനായിട്ട് ഏകദേശം വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ 100% ആവാൻ വേണ്ടിയിട്ട് 31 മിനിറ്റ് എടുക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടബിലിറ്റി ഉണ്ടെന്ന് തന്നെ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇപ്പോൾ കറൻറ്റ്ലി നമുക്കറിയില്ല. ബട്ട് കൺവേർട്ടഡ് പ്രൈസ് ഞാൻ തമ്മിലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് വേരിയൻറ്റ് തൊട്ട് ഇതിൻ്റെ ഹയർ വേരിയൻറ്റിൻ്റെ ഉള്ള പ്രൈസ് വരെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യൻ സൈനിങ് ഔട്ട്. ബൈ.